ആ സ്ത്രീ കണ്ണട ധരിച്ച് ആഭരണം പരിശോധിക്കുന്നതായി അഭിനയിച്ചു. അതിലെ 3D സ്കാനർ വഴി നെക്ലേസിന്റെ പൂർണ്ണരൂപം ടീമിനയച്ചു. അവർ ഉടൻ തന്നെ സിർക്കോണിയ ഉപയോഗിച്ച് അതിന്റെ വ്യാജപ്പതിപ്പ് നിർമ്മിച്ചു. അന്ന് വൈകുന്നേരം സെലിബ്രിറ്റിയായ അന്ന യഥാർത്ഥ നെക്ലേസ് ധരിച്ച് പാർട്ടിക്കെത്തിയപ്പോൾ പാചകക്കാരനായി വേഷമിട്ട സംഘാംഗം അവളുടെ ഭക്ഷണത്തിൽ കറുത്ത ദ്രാവകം കലർത്തി. അത് കഴിച്ച അന്നയ്ക്ക് അസ്വസ്ഥത തോന്നുകയും ബാത്റൂമിലേക്ക് ഓടുകയും ചെയ്തു. സംഘം ഒരു വാതിലൊഴികെ ബാക്കിയെല്ലാം പൂട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആനി തടഞ്ഞു നിർത്തി. ഉള്ളിൽ ഛർദ്ദിച്ചുകൊണ്ടിരുന്ന അന്നയുടെ കഴുത്തിൽ നിന്നും ഒരാൾ രഹസ്യമായി മാല കവർന്നു. പുറത്തിറങ്ങിയ അയാൾ ആ നെക്ലേസ് ഒരു വെയിറ്ററുടെ എച്ചിൽ പ്ലേറ്റിലേക്ക് മാറ്റി. അടുക്കളയിലെത്തിയ മറ്റൊരു പങ്കാളി അത് കൈക്കലാക്കി ബാത്റൂമിൽ കയറി അഴിച്ചുമാറ്റാൻ തുടങ്ങി. അപ്പോഴേക്കും മാല കാണാനില്ലെന്നറിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കി. ഒരു ഗാർഡ് അടുക്കളയിലെ ബാത്റൂമിലേക്ക് വന്നപ്പോൾ സമയം ലാഭിക്കാൻ സംഘാംഗം വ്യാജമാല സിങ്കിലിട്ട് മാല കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞു. അത് യഥാർത്ഥമാണെന്ന് കരുതി സുരക്ഷാ ഉദ്യോഗസ്ഥർ ലോക്ക്ഡൌൺ അവസാനിപ്പിച്ചു. ഈ സമയം കൊണ്ട് യഥാർത്ഥ വജ്രങ്ങൾ ഓരോന്നായി ഒളിപ്പിച്ച സംഘം ആ കോടികൾ വിലമതിക്കുന്ന മാലയുമായി അവിടെ നിന്നും ശാന്തമായി രക്ഷപ്പെട്ടു.